കുർബാന ഏകീകരണ വിഷയവുമായി ബന്ധപ്പെട്ട് കരിയിൽ പിതാവിന്റെ മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിൽ സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിച്ച് ആ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിക്കൊടുത്ത ക്ലരീഷ്യൻ മിഷണറി സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ ഫാദർ മാത്യു വട്ടമറ്റം പുറത്തിറക്കിയ കുറിപ്പ് വൈറലാവുകയാണ്. കുർബാന ഏകീകരണം സീറോ മലബാർ സഭയിൽ നടപ്പാക്കിയതിന്റെ തൊട്ടുതലേ ദിനങ്ങളിൽ മാർ ആന്റണി കരിയിൽ റോമിലെത്തി മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഫലം കണ്ടിരുന്നില്ല. അങ്ങനെയാണ് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മാർപ്പാപ്പയുടെ അടുത്ത സുഹൃത്തും റോമിൽ ക്ലരീഷ്യൻ മിഷണറി സമൂഹത്തിന്റെ സുപ്പീരിയറുമായ ഫാദർ മാത്യു വട്ടമറ്റത്തിന്റെ സഹായം തേടിയത്. എറണാകുളം അതിരൂപതയിലെ കുർബാന ഏകീകരണ വിഷയത്തിൽ സിനഡിനെതിരെയുള്ള ചില വൈദികരിൽ നിന്നുണ്ടാകുന്ന കഠിന വിഷമങ്ങൾക്ക് കരിയിൽ പിതാവിന് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ പരിഹരിക്കാനുള്ള ജ്ഞാനം ലഭിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു തനിക്കെന്ന് ഫാദർ വട്ടമറ്റം കരുതി. അക്കാര്യം മാർപ്പാപ്പയെ അറിയിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുകയും ചെയ്തു. കരിയിൽ പിതാവിന് ഇറ്റാലിയൻ ഭാഷയിൽ പ്രാവീണ്യമില്ലാത്തതിനാൽ ഫാദർ ആന്റണി നരികുളവും കൂടിക്കാഴ്ചയിൽ കൂടെയുണ്ടായിരുന്നു. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പരസ്പര വിരുദ്ധമായ 2 സർക്കുലറുകൾ കരിയിൽ പിതാവിന്റെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും പേരിൽ പ്രചരിക്കുകയാണ് ഉണ്ടായത്. മേജർ ആർച്ച് ബിഷപ്പിന്റെയും സിനഡിന്റെയും പ്രതിനിധിയായി കുർബാന ഏകീകരണ വിഷയത്തിൽ സഭയിൽ ഐക്യമുണ്ടാകുന്നതിനായാണ് കരിയിൽ പിതാവ് മാർപ്പാപ്പയെ കാണാൻ വന്നതെന്നുള്ള തന്റെ ധാരണ തെറ്റായിരുന്നുവെന്ന് അതോടെ തനിക്ക് മനസ്സിലായി തുടങ്ങിയെന്ന് ഫാദർ വട്ടമറ്റം കുറിപ്പിൽ സൂചിപ്പിക്കുന്നു. കൂടിക്കാഴ്ച കഴിഞ്ഞ് തന്നെ സന്ദർശിക്കാൻ വന്ന കരിയിൽ പിതാവിനോട് ആരാധനക്രമ വിഷയത്തിൽ സിനഡിന്റെ കൂട്ടായ തീരുമാനത്തെ അനുസരിക്കാൻ പിതാവ് ബാധ്യസ്ഥനാണെന്നും പിതാവിറക്കിയ സർക്കുലർ സഹോദര ബിഷപ്പുമാരെ വേദനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന കരിയിൽ പിതാവിന്റെ ചോദ്യത്തിന് സഹോദര മെത്രാന്മാരോട് മാപ്പ് പറയണമെന്നായിരുന്നു മറുപടി. എന്നാൽ അതിനോട് കരിയിൽ പിതാവിന്റെ മറുപടി മൗനമായിരുന്നു. കരിയിൽ പിതാവ് ആകെ മാറിപ്പോയത് തന്നെ ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നുവെന്നും അദ്ദേഹം ഏറെ മാറിപ്പോയെന്നും ഫാദർ വട്ടമറ്റം വ്യക്തമാക്കുന്നു. കരിയിൽ പിതാവിന്റെ സർക്കുലറിലെ രൂപതയ്ക്ക് മുഴുവനുമായി നൽകിയ ഡിസ്പെൻസേഷൻ വത്തിക്കാന്റെ തീരുമാനത്തെ തെറ്റിദ്ധരിച്ചുകൊണ്ടായിരിക്കാം എന്നാണ് അദ്ദേഹം ആദ്യം കരുതിയത് എങ്കിലും പിന്നീട് മനസ്സിലായത് ബോധപൂർവവും സിനഡ് തീരുമാനത്തെ അംഗീകരിക്കുന്നതിനുള്ള വിസമ്മതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതുമാണ് എന്നാണ്. ആ തെറ്റിൽ നിന്ന് സ്വയം വീണ്ടെടുക്കപ്പെടാൻ ചില അജ്ഞാത കാരണങ്ങൾ അദ്ദേഹത്തെ അനുവദിച്ചില്ല. തങ്ങളുടെ പരാതികൾ അനുകമ്പയോടെ കേൾക്കാൻ സന്നദ്ധത കാണിച്ച് അഭിമുഖം അനുവദിച്ച മാർപ്പാപ്പയുടെ ഉദ്ദേശം നടപ്പിലാക്കാൻ സിനഡുമായും പരിശുദ്ധ സിംഹാസനവുമായും സഹകരിക്കാൻ കരിയിൽ പിതാവിന്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമവും ഉണ്ടായില്ല. കരിയിൽ പിതാവിന്റെ പിന്തുണയോടെ ഒരു സംഘം വൈദികർ കർത്താവിന്റെ അഭിഷിക്തർക്ക് നിരക്കാത്ത രാഷ്ട്രീയ പാത സ്വീകരിച്ചത് തന്നെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പയോടും മാർപ്പാപ്പയുടെ അധികാരത്തോടുമുള്ള വഞ്ചനയാണെന്നും ഫാദർ മാത്യു വട്ടകുളം വ്യക്തമാക്കുന്നു. മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഫാദർ മാത്യു വട്ടമറ്റം മാർപ്പാപ്പയ്ക്ക് വിശദമായി കത്തെഴുതി. കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട് സീറോ മലബാർ സഭയിൽ ഉടലെടുത്തിരിക്കുന്ന പ്രതിസന്ധിയിലുള്ള വേദനയും സങ്കടവും ഒപ്പം അനുരഞ്ജനത്തിനും ഐക്യത്തിനും മധ്യസ്ഥത വഹിക്കാൻ ഓറിയന്റൽ സഭയ്ക്കുള്ള ഡിക്കാസ്ട്രിയുടെ പങ്കും തീരുമാനമെടുക്കുന്നതിൽ സൂക്ഷ്മ വിചിന്തന പ്രക്രിയയുടെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഫാദർ മാത്യു വട്ടമറ്റം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കത്തെഴുതിയത്. 2021 ഡിസംബർ 1 അദ്ദേഹം മാർപ്പാപ്പയ്ക്ക് കത്തെഴുതിയത്. പ്രസ്തുത കത്തിന് മാർപ്പാപ്പ സ്വന്തം കൈപ്പടയിൽ മറുപടി എഴുതുകയും ചെയ്തു. അതിന്റെ സ്പാനിഷ് ഭാഷയിലുള്ള കത്തിന്റെ വിവർത്തനം ഇപ്രകാരമാണ്: പ്രിയ സഹോദര, എന്റെ മടക്കയാത്രയ്ക്ക് ശേഷം താങ്കൾ കഴിഞ്ഞ 1-ാം തീയതി അയച്ച കത്ത് ഇന്നലെ വായിച്ചു. നന്ദി. താങ്കളുടെ വേദന ഞാൻ മനസ്സിലാക്കുകയും പങ്കിടുകയും ചെയ്യുന്നു. സഭയുടെ ഐക്യത്തിന് ഭീഷണിയായ ആരാധനാക്രമത്തിന്റെ ഇത്തരം പ്രശ്നങ്ങൾ ലത്തീൻ ആരാധനാക്രമത്തിലും നേരിടുന്നുണ്ട്. ഞാൻ ആർച്ച് ബിഷപ്പ് കരിയിലിനെ നല്ല വിശ്വാസത്തോടെയാണ് സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞ ചില സാങ്കേതിക കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകാത്തതിനാൽ ഞാൻ കർദിനാൾ സാന്ദ്രയുമായി സംസാരിച്ച് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കാൻ ശുപാർശ ചെയ്യുകയും ചെയ്തു. നമുക്ക് മുന്നോട്ടു പോകാം. വിഭജനത്തിന്റെ പ്രലോഭനം തുടക്കത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടതാണ്. ഈ സാഹചര്യം ഏറ്റവും മികച്ച രീതിയിൽ പരിഹരിക്കപ്പെടാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദയവായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ എന്ന വാചകത്തോടെയാണ് മാർപ്പാപ്പയുടെ കത്ത് അവസാനിച്ചത്. ഫ്രാൻസിസ് പാപ്പ അനുകമ്പയോടെ തന്നെ സന്ദർശിക്കണമെന്ന ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിലിനെയും ഫാദർ നരികുളത്തെയും കേൾക്കുകയും ഉചിതമായ പരിഹാരം കണ്ടെത്തുന്നതിനായി അവരെ പൗരസ്ത്യ സഭകളുടെ ഡിക്കാസ്ട്രി മേധാവി കർദിനാൾ സാന്ദ്രയ്ക്ക് റെഫർ ചെയ്യുകയും ചെയ്തുവെന്ന് വ്യക്തമാണ്.
മാർപ്പാപ്പ തന്നെയാണ് കർദിനാൾ സാന്ദ്രയെ വിളിച്ച് മാർ കരിയലിന്റെ പരാതി പരിഗണിക്കാൻ ആവശ്യപ്പെട്ടത്. മേലധികാരികൾ വിവേചനയോടെ എടുക്കുന്ന തീരുമാനം ക്രിയാത്മകമായി നടപ്പിലാക്കുക എന്നതാണ് പുരോഹിതന്മാരും ആൽമായരും ഉൾപ്പെടുന്ന കത്തോലിക്ക വിശ്വാസികൾക്ക് യോജിക്കുന്ന പക്വമായ പ്രതികരണം. വിയോജിക്കുന്ന വൈദികരും വിശ്വാസികളും സഭയുടെ നല്ല പാരമ്പര്യത്തെയും അതിനെ പിന്തുണയ്ക്കുന്ന ധാർമ്മിക തത്വങ്ങളെയും അവഗണിച്ചതായി തനിക്ക് തോന്നുന്നതായും ഫാദർ മാത്യു വട്ടമറ്റം പറയുന്നു. സിനഡിന്റെയും പൗരസ്ത്യസഭയുടെയും ആത്യന്തികമായി മാർപ്പാപ്പയുടെയും തീരുമാനത്തെ അനുസരിക്കാതിരിക്കാനുള്ള ഒരു കൂട്ടം വൈദികരുടെയും ആൽമായരുടെയും ദൃഢനിശ്ചയം പ്രകോപനപരവും അപകടകരവുമായ നിലപാടാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സഭയിലെ ഐക്യത്തിന് ചില പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടാണ് ഫാദർ മാത്യു വട്ടമറ്റം തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. തർക്കങ്ങളുടെ കളത്തിൽ നിന്ന് പ്രാർത്ഥനയുടെയും ആത്മീയ വിവേചനത്തിന്റെയും വേദിയിലേക്ക് ഈ പ്രതിസന്ധിയെ മാറ്റേണ്ടതുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. സത്യമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയും വ്യാജ വാർത്തകളെ പരാജയപ്പെടുത്തുകയും ചെയ്യണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇപ്പോഴത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി സഹകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. അതുവഴി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ അനുരഞ്ജനത്തിലേക്കുള്ള ക്ഷണം സ്വീകരിക്കണമെന്ന ആഹ്വാനത്തോടെയാണ് ഫാദർ മാത്യു വട്ടമറ്റം തന്റെ ലേഖനം അവസാനിപ്പിക്കുന്നത്.